ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. മാംഗ്ലൂരിയൻ സ്റ്റൈൽ ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ ഉള്ളിയും തക്കാളിയും ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇനി ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. 1/2 കിലോ ചിക്കൻ നന്നായി വൃത്തിയാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു മസാല അരയ്ക്കണം. അതിനായിട്ട് മല്ലി, ജീരകം, ഉലുവ, പിന്നെ ഇത് അയമോദകം അല്ലെങ്കിൽ അജ്വൈൻ, ഹിന്ദിയിൽ അജ്വൈൻ എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ മുളക് കശ്മീരി മുളക് ഉപയോഗിക്കുകയാണ് നല്ലത്, കളറിന് വേണ്ടിയിട്ടാണിത്. നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണമെങ്കിൽ മിക്സ് ആയിട്ട് എടുത്തോളൂ, സാധാരണ മുളകും കശ്മീരി മുളകും. അപ്പം അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പുളി, 2 കഷ്ണം കൊടംപുളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ അതിൻ്റെ ഒരു നല്ലൊരു സ്വാദ് ഈ കറിക്ക് നല്ലതാണ്, അതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കുക. വെളുത്തുള്ളി, കരിവേപ്പില. പിന്നെ ഇതുണ്ടാക്കാനുള്ള എണ്ണ, അത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സാധാരണ കുക്കിംഗ് ഓയിലോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ മുളക്, മല്ലി, ജീരകം, ഉലുവ, അയമോദകം ഇതെല്ലാം ചേർത്തിട്ട് എണ്ണ ഒഴിക്കാതെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ചൂടാക്കട്ടെ. മസാല നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തണുപ്പിച്ചിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ. റോസ്റ്റ് ചെയ്ത മസാല നന്നായി തണുത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ മിക്സിയിലേക്ക് കൊടംപുളി, സാധാരണ പുളി, വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ തണുത്ത മസാലകൾ ചേർക്കാം. എൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കുറച്ച് ചേർത്ത് അരച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ബാക്കി വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് ഇതൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒരു കടായിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാരണ എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കാം. 2-3 മിനിറ്റ് നേരത്തേക്ക് ചിക്കൻ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കണം. 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണ വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് സ്റ്റോവിൽ വെക്കാം. ചിക്കൻ നന്നായിട്ട് ഗ്രേവിയിൽ കുക്കായിട്ടുണ്ട്. ഗ്രേവി നല്ലോണം കട്ടിയായിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കരിവേപ്പില വറുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റും കൂടി തിളച്ചോട്ടെ. ചിക്കൻ കറി ഒരു 3-4 മിനിറ്റും കൂടി നന്നായി തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് വന്നു. ഇത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു കുടംപുളിയൊക്കെ ഇട്ട മീൻ കറിയുടെ പോലെ ഉള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിരിക്കും. ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻസിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.